നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന സഫർ മാസത്തിലേക്ക് നാം കടക്കുകയാണ്. ഇസ്ലാമിക കലണ്ടറിലെ രണ്ടാമത്തെ മാസമാണ് സഫർ. ആ സഫർ മാസം നമ്മളിലേക്ക് ആഗതമായി. ഓരോ മാസവും സമാഗതമാകുമ്പോ വ്യത്യസ്തങ്ങളായ പ്രത്യേകതകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. പരിശുദ്ധമായ റമദാൻ വരുമ്പോ നോമ്പിന്റെ മാസം, ദുൽഹജ്ജ് മാസം വരുമ്പോ ഹജ്ജിന്റെ മാസം, റബീഉൽ അവ്വൽ വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുള്ളത്. എന്നാൽ സഫർ മാസം കടന്നു വരുമ്പോ അത് ദുശഗുണവും സൽക്രമങ്ങൾക്ക് സാധിക്കാത്ത മാസമാണെന്നൊരു ഭീകരമായ മുഖം വെച്ച് പുലർത്തുന്ന ധാരാളം മുസ്ലിമീങ്ങൾ നമുക്കിടയിലുണ്ട്. തീർത്തും തെറ്റായ ധാരണയും ജാഹിലിയ കാലഘട്ടത്തിന്റെ വിശ്വാസവുമാണിത്. അതുകൊണ്ടാണ് ഈ വിശ്വാസം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന കർശന ബുദ്ധിയോടെ ഹബീബായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് ലാ അദ്വാ വലാ തുയ്റത വലാ ഹമത വലാ സഫർ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. സഫർ മാസം മോശമാണെന്ന ചിന്തയെ എതിർത്ത് പറഞ്ഞത് ലോകത്തിന്റെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഈ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ടും ആരെങ്കിലും അണുവിന്റെ അളവിലെങ്കിലും സഫർ മാസം മോശമാണെന്ന് കരുതിയാൽ അവനിക്ക് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. രണ്ട് ജാഹിലിയ കാലഘട്ടത്തിലെ ഈ വിശ്വാസം കൊണ്ട് അങ്ങനെ നടക്കുന്ന ആളുകളില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പരിഹസിച്ച അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് വളരെ രോഷാകുലരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് ഇന്നകും റൂഹും ഫീകാ ജാഹിലിയ, നിന്നിൽ ജാഹിലിയ കാലഘട്ടത്തിന്റെ സംസ്കാരമാണുള്ളത്, അത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാ. ജാഹിലിയത്തിന്റെ ഒരു വാക്ക് പോലും തന്റെ സ്വഹാബിയിൽ നിന്ന് വന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാനായില്ല. അപ്പോൾ ജാഹിലിയ വിശ്വാസം വെച്ചുകൊണ്ട് നടക്കുന്നവർ അവരുടെ ഈമാനിനെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാര്യം ഇത്രത്തോളം ഗൗരവമാണെങ്കിലും പലരും പറയുന്ന ഒരു നാട്ടുവർത്തമാനമുണ്ട്, തീയില്ലാതെ പുകയുണ്ടാവുകയില്ലല്ലോ. സഫറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാതെ ഇങ്ങനെ ഒരു വിശ്വാസം ജനങ്ങളിൽ വരികയില്ലല്ലോ. കാരണന്മാരുടെ ഇടയിൽ ഇത് പ്രചരിപ്പിക്കില്ലല്ലോ. ഈ തെറ്റായ വിശ്വാസ പ്രതിസന്ധിയിൽ നിന്നും മുസ്ലിമീങ്ങള് കരുത്താർജിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാമിൽ മാസങ്ങൾക്കോ ദിവസങ്ങൾക്കോ ഒരു ദുശഗുണവുമില്ല. ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും മറ്റു ചില മാസങ്ങളെക്കാളും ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. മഹാനായിരിക്കുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നോമളം മകളായ ഫാത്തിമത്തുൽ സഹ്റാ ബത്തൂൽ റളിയല്ലാഹു അൻഹയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഇവിടെ വിവാഹം നടന്നത് സഫർ മാസത്തിലാണ്. സഫർ മാസത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഈ മാസത്തിൽ എന്ത് ചെയ്യുമായിരുന്നില്ല? ഇവരുടെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നില്ലല്ലോ. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പൊന്നാമള മകളായ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹം കഴിച്ചു കൊടുത്തത് സഫർ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരണത്തിലുള്ള മോശമായ വിശ്വാസം മുസ്ലിമീങ്ങൾ വെച്ച് പുലർത്താൻ പാടില്ല. സമുദായത്തിൽ വേരുവച്ചു പോയ ഈ അബദ്ധധാരണയുടെ പേരില് പ്രതിസന്ധികളിൽ നിന്ന് കരുത്താർജിക്കാൻ സാധിച്ചാൽ അതിനെ തകർക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. പ്രതിസന്ധിയിൽ നിന്നും കരുത്താർജിക്കുന്നവർക്ക് വലിയ സ്ഥാനമാണ് വിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മക്കാ വിജയത്തിന് മുമ്പുള്ള വിശ്വാസികളുടെ സൽക്രമങ്ങള് അതിനുശേഷമുള്ളവരെക്കാൾ വലിയ ശ്രേഷ്ഠകരമായത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. والله بما تعملون خبير لا يستوي منكم من أنفق من قبل الفتح
നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള മക്ക വിജയത്തിന് മുമ്പുള്ള കാലത്ത് ചെലവഴിക്കുകയും യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തവരും അല്ലാത്തവരും ഒരിക്കലും തന്നെ സമമാകുകയില്ല. പിന്നീട് ആ കൂട്ടർ ചെലവഴിക്കുകയും യുദ്ധത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തവരെക്കാൾ മഹത്തായ പദവിയുള്ളവരാകുന്നു. ആളുകൾ എല്ലാവരും നല്ല പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളും പുറവും നന്നായി അറിയുന്നവനാണ്. അതേ ഖുർആൻ നല്ലപോലെ നോക്കി വായിക്കാൻ അറിയുന്നവരെക്കാൾ പ്രതിഫലമാണ് തപ്പിയും തടഞ്ഞും വായിക്കുന്നവർക്ക് ലഭിക്കുന്നത്. കാരണം അവർ പ്രതിസന്ധിയെ തരണം ചെയ്ത് കരുത്താർജിച്ചവരാണ്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാഹിറു ബിൽ ഖുർആൻ മഅസ്സഫറിൽ കിറാമിൽ ബററാ വല്ലദീ യഖറഉൽ ഖുർആന വയതഅതഉ ഫീഹി വഹുവ അലൈഹി ശാഖുൻ ലഹു അജ്റാൻ. ഖുർആനിൽ നിപുണം നേടിയവൻ ബഹുമാനികളായ അല്ലാഹുവിന്റെ സഫറത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകളെ കൂടെയായിരിക്കും അവർ സ്വർഗത്തിൽ വസിക്കുക. എന്നാൽ ഖുർആൻ ഓതുന്നു വയതഅതഉ ഫീഹി വഹുവ അലൈഹി ശാഖ്, തപ്പിയും തടഞ്ഞുമാണ് അവർ ഓതുന്നത്, വലിയ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ ഓതുന്നത്. അജ്റാൻ, അവർക്ക് 2 പ്രതിഫലമുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ നിന്ന് കരുത്താർജിച്ചവർ അവരവരുടെ മേഖലകളിൽ വിജയിച്ച ചരിത്രമാണ് എക്കാലവും ഉള്ളത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓഡീഷൻ ടെസ്റ്റിന് പോകാൻ വേണ്ടി തീവണ്ടി കൂലി കയ്യിലില്ലാതെ കടം വാങ്ങിയ പണവുമായി ഒരാൾ ആകാശവാണിയുടെ അന്നത്തെ ടെക്നിക്കൽ സമിതി ഓഡീഷൻ റൗണ്ടിൽ ചെല്ലുകയാണ്. ഓഡിഷൻ നടത്തിയിട്ട് അവിടെയുള്ളവർ പറഞ്ഞു, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഇമ്പമില്ല, ഈണമില്ല, രസമില്ല, കേൾവിക്കാരിൽ യാതൊരു കമ്പവും ജനിപ്പിക്കില്ല. 6 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് വിളിച്ചു പറഞ്ഞു, ഈ വർഷം ഏറ്റവും അധികം പറന്ന യാത്രക്കാരൻ നിങ്ങളാണ്. ഇന്ത്യ മഹാരാജ്യം പത്മഭൂഷണവും പത്മവിഭൂഷണവും മുമ്പ് 3 നാഷണൽ അവാർഡുകളും നൽകി ആദരിച്ച മലയാള ഗാനലോകത്തെ പ്രഗത്ഭൻ യേശുദാസിന്റെ തുടക്കം ഈ പ്രതിസന്ധിയിലൂടെ കരുത്താർജിച്ചായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന സ്ഥലത്ത് കുട്ടൻ എന്ന പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. കടുത്ത ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായിരുന്നു അവന്റെ ജീവിതം. ചോർന്നൊലിക്കുന്ന കുടിലിൽ താമസിക്കുന്ന കുട്ടനോട് ഒരിക്കൽ ടീച്ചർ ചോദിച്ചു, നിനക്ക് ആരാകാനാണ് ആഗ്രഹം? കുട്ടൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ ബാബുവിന്റെ വീട്ടിലെ ഒരു പട്ടിക്കുട്ടിയാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാമല്ലോ. കുട്ടന്റെ ദയനീയ ജീവിതം മനസ്സിലാക്കിയ അധ്യാപകർ അവന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. മികച്ച റാങ്കുകളോടുകൂടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കുട്ടൻ സ്കോളർഷിപ്പോടുകൂടി ഡൽഹിയിലും ലണ്ടനിലും പഠിക്കുകയാണ്. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ലണ്ടനിൽ നിന്നും മടങ്ങുന്ന കുട്ടന്റെ കയ്യിൽ അവിടുത്തെ പ്രൊഫസർ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്ത് കൊടുത്തുവിട്ടു. വർഷം 1 കഴിഞ്ഞ് വീണ്ടും പഠിക്കാൻ നെഹ്റു കുട്ടനെ വിദേശത്തേക്ക് അയക്കുന്നു. പഠനം കഴിഞ്ഞ് വന്ന കുട്ടൻ MP-യും കേന്ദ്ര സഹമന്ത്രിയുമൊക്കെയായി പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന് വിശിഷ്ട മലയാളികൾക്ക് അഭിമാനകരമായൊരു അർത്ഥവുമായി ഒരു സുപ്രഭാതം പൊട്ടിവിടരുകയോ.
ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകാൻ ആഗ്രഹിച്ച കുട്ടൻ KR നാരായണൻ ഇന്ത്യയുടെ ആദ്യത്തെ കറുത്തവനും ലളിതനുമായ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെയും മനസ്സിലാക്കേണ്ടത് പ്രതിസന്ധികളിൽ തരണം ചെയ്തവരെ വിജയിച്ചിട്ടുള്ളൂ എന്നതാണ്. പ്രതിസന്ധികളുടെ കൂട്ടത്തിൽ ആദ്യം തരണം ചെയ്യേണ്ടത് വിശ്വാസ പ്രതിസന്ധിയാണ്. അതിനാൽ സ്വഫർ മോശമാണെന്ന തെറ്റായ വിശ്വാസത്തെ വലിച്ചെറിഞ്ഞ് കൂടുതൽ ഈമാനികരമായ കരുത്ത് നാം ആർജിക്കേണ്ടതാണ്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ മനോധൈര്യമുള്ളവനായിരിക്കണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നുണ്ട്. ഭയവും മാനസിക ദൗർബല്യവും അല്ലാഹു ആഗ്രഹിക്കുന്നില്ല. കാരണം അല്ലാഹുവിൽ വിശ്വസിക്കുന്ന നാം അവന്റെ ഖദർ ഖലാഇൽ വിശ്വസിക്കുന്നവരാണ്. അവന് വിധിക്കാത്തതൊന്നും നമുക്ക് വരികയില്ല, അവൻ വിധിച്ചത് വഴിമാറുകയുമില്ല. എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് നാം ഇങ്ങനെ ചൊല്ലും അസ്തഗ്ഫിറുല്ലാഹൽ അലീം القديم الكريم الرحيم الذي من كل ذنب وخطيئة وأتوب إليه وأسأله التوبة. ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ നാം ചൊല്ലാറുണ്ട് അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅ്തൈത, നീ നൽകിയതിനെ തടയുന്നവനില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകുന്നവനില്ല. വലാ യൻഫഉൽ ജദ്ദു മിൻകൽ ജദ്ദ്, നാം എപ്പോഴും ചൊല്ലുന്നു, നിസ്കാരം കഴിഞ്ഞ് പറയുന്നവരല്ലേ നാം. അങ്ങനെയുള്ള ഒരു വിശ്വാസിക്ക് ഭയം ദൗർബല്യം ഉണ്ടാകേണ്ടതുണ്ടോ? ഇല്ല. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മനക്കരുത്തുള്ള മനുഷ്യർ പ്രവാചകന്മാരായിരുന്നു. ലോകം മുഴുവനും ഇളകി മറിഞ്ഞപ്പോഴും അവർ തങ്ങളുടെ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബിയോട് തന്റെ ദൗത്യം അവസാനിപ്പിക്കണമെന്ന് അബൂ ത്വാലിബിനെ കൊണ്ടവർ പറയിപ്പിച്ചപ്പോ ആദരവോടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അമ്മീ വല്ലാഹി ലൗ വദഅ അശ്-ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി, എന്റെ വലത് കൈയിൽ സൂര്യൻ തന്നെ വെച്ചാലും എന്റെ ഇടത് കൈയിൽ ചന്ദ്രനെ വെച്ചാലും ഈ മതത്തെ ഞാൻ ഒരിക്കലും തന്നെ ഒഴിവാക്കുകയില്ല. ഹത്താ യുദ്ഹിറല്ലാഹു, ഇത് പ്രത്യക്ഷമാക്കുന്നത് വരെ, ഇതിനെ പരസ്യപ്പെടുത്തുന്നത് വരെ ഞാൻ ഇതിനെ ഉപേക്ഷിച്ച് പോവുകയില്ല, അത് നശിപ്പിക്കുകയില്ല. അത്രമേൽ മനോധൈര്യമുള്ളവരായിരുന്നു പ്രവാചകന്മാർ അലൈഹിസ്സലാത്തു വസ്സലാം. വിശ്വാസികളിൽ നിന്നും ഈ മഹത് ഗുണമുള്ളവരെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. കാരണം അവർക്ക് നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയൂ. അല്ലാത്തവർ പ്രയാസങ്ങൾ വരുമ്പോൾ ഈമാൻ അമലുകളിൽ നിന്ന് മാറിക്കളയും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും അതുതന്നെ. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്, ദുർബലനായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടവും ഏറ്റവും ഉത്തമവും കവിയായ ശക്തിയായ മുഅ്മിനാണ്. കരുത്താർജിക്കാൻ കഴിയുന്ന അചഞ്ചലമായ വിശ്വാസമുള്ള മുഅ്മിനിനെയാണ് കേട്ടോ. ഈ ഹദീസ് നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സബിയ്യാ. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ ശക്തി മാനസിക ശക്തിയാണ്, മനക്കരുത്താണ്. ഇമാം നബവി തങ്ങൾ പറയുന്നത് ഖുവ്വത്ത് കൊണ്ടുള്ള ഉദ്ദേശം അസീമത്തുൻ നഫ്സ്, അതേ മാനസിക ശക്തിയാണെന്നാണ്. ഈ അർത്ഥത്തിലാണ് മഹാനായിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ, ശക്തിയോടെ മനക്കരുത്തോടെ
നിങ്ങൾ ഈ കിതാബ് പിടിക്കൂ എന്ന് യഹ്യാ നബിയെ അഭിസംബോധനം ചെയ്ത് പറഞ്ഞത്. രണ്ടാമത് പറയുന്നത് ദുനിയാവിലോ ആഖിറത്തിലോ ഉപകാരമുള്ള ഏതൊരു കാര്യത്തെയും നാം ആഗ്രഹിക്കണമെന്നാണ്, അതിനു വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ്. ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ഒരിക്കലും അലസനോ ദുർബലനോ ആകാൻ പാടില്ല. അത് കരുത്തനായ വിശ്വാസിക്ക് ചേർന്നതല്ല. മനുഷ്യന്റെ മനോധൈര്യം ചോർത്തിക്കളയുന്ന യാതൊരു കാര്യവും ദീൻ അംഗീകരിക്കുന്നില്ല. കണി കാണൽ വിശ്വാസത്തെ ദീൻ നിരാകരിക്കുന്നത് ഇതിന് തെളിവാണ്. കണി കാണൽ വിശ്വാസം ഒരാളെ ഭയമുള്ളവനാക്കി തീർക്കും. തനിക്കോ കുടുംബത്തിനോ ഇടപാടുകൾക്കോ തകർച്ചയുണ്ടാകുമെന്ന ഭയം അയാളെ വേട്ടയാടും, ടെൻഷൻ ബാധിക്കും. അതുകൊണ്ട് കണി കാണൽ വിശ്വാസം നമുക്ക് പറ്റിയതല്ല. ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറ്റിക്കളയുന്നു. വിവാഹം ഇടപാട് ഒഴിവാക്കിക്കളയുന്നു. പണ്ടൊരിക്കൽ യാത്രക്കിറങ്ങി ഒരു രാജാവ് കോങ്ങനുള്ള ഒരാളെ കണി കണ്ടു. ദേഷ്യം പിടിച്ച രാജാവ് അയാളെ ജയിലിൽ അടച്ചു. വൈകിട്ട് മടങ്ങി വന്നപ്പോഴാണ് വിട്ടയച്ചത്. അയാൾ ചോദിച്ചു, രാജാവേ, അങ്ങയുടെ യാത്രയിൽ വല്ലതും സംഭവിച്ചോ? ഇല്ല, യാത്ര ശുഭമായപ്പോൾ വിനയത്തോടെ അദ്ദേഹം പറഞ്ഞു, അയ്യുഹൽ അമീർ, أنا خرجت من منزلي فرأيتك فلقيت في يومي الشر والحبس وأنت رأيتني فلقيت في يومك الخير والسرور فمن أشأمنا فاستحيا منه الوالي وسلام. ഞാനും ഓ രാജാവേ, ഞാൻ ഇന്നെൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ നിങ്ങളെ കണ്ടു. എൻ്റെ ദിവസത്തില് എനിക്ക് ലഭിച്ചത് തിന്മയും അതുപോലെ തന്നെ ജയിൽ ശിക്ഷയുമാണ്, തടവുമാണ്. നിങ്ങൾ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസത്തിൽ നന്മയും സന്തോഷവും ലഭിച്ചു. പിന്നെ എങ്ങനെയാണ് കണി കാണലുണ്ടാവുക? ഇന്നാണെങ്കിൽ അയാൾക്കെതിരെ രാജദ്രോഹ കുറ്റം ചുമത്തും. അതുകൊണ്ട് തന്നെ ചരിത്രം പരിശോധിച്ചാൽ ശിർക്കിന്റെ ആളുകളായിരുന്നു ഇതിന്റെ വക്താക്കളെന്ന് കാണാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനിയും യാസീൻ ഓതുന്ന നമ്മൾ ഈ അന്ധവിശ്വാസം പുലർത്തുന്നത് ശരിയാണോ? അല്ല. അതുകൊണ്ട് അന്ധവിശ്വാസം നാം മാറ്റിവെക്കണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഫറോവയും കൂട്ടൻ ദുശകനക്കാരായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം അതിന് അതിശക്തമായി രംഗത്ത് വന്നു. ആകയാൽ മനക്കരുത്തുള്ളവരായി നാം മുന്നോട്ട് പോകണം. ഒരു സാഹചര്യത്തിലും നാം ഭയപ്പെടുകയോ ദുർബലപ്പെടുകയോ ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഉരയെടുക്കുക, കച്ചവടം തുടങ്ങുക, വിവാഹം കഴിക്കുക, ചികിത്സ ആരംഭിക്കുക മുതലായ വിഷയങ്ങൾക്ക് നഹ്സില്ലാത്ത ദിവസം മുസ്ലിം നോക്കാറുണ്ട്. അതറിയാൻ പണ്ഡിതന്മാരോട് അന്വേഷിക്കാറുമുണ്ട്. ഇത് ഏതടിസ്ഥാനത്തിലാണ് നാം ചെയ്യുന്നത്? ചൊവ്വാഴ്ച രക്തദിനമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ചൊവ്വാഴ്ച രക്തദിനമാണ്. ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത് രക്തം നിൽക്കുകയില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊവ്വാഴ്ച കുംഭവക്കൽ നിരോധിച്ചിരുന്നുവെന്ന് അബൂദാവൂദ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം അഹ്മദും അബൂദാവൂദും സുഹരിയെ തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ആരെങ്കിലും കൊമ്പ് വെപ്പിക്കുകയും തന്മൂലം അവന് വെള്ളപ്പാണ്ട് പിടിപെടുകയും ചെയ്താൽ അവനെയല്ലാതെ ആക്ഷേപിക്കരുത്. മാസം 17, 19, 21 എന്നീ തീയതികളിൽ കൊമ്പുവെക്കൽ കപ്പിൻ തറാപ്പി സർവ്വരോഗത്തിനും ശമനമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. ആ തീയതികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊമ്പ് വെക്കൽ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബഗവിയും നിവേദനം ചെയ്തിട്ടുണ്ട്. കൊല്ലത്തിൽ 12 ദിവസം നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങൾ മാനം നശിപ്പിക്കുകയും സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും.
ഞങ്ങൾ ചോദിച്ചു, നബിയേ അവ ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഹറം 12, സഫർ 10, റബീഉൽ അവ്വൽ 4, റബീഉൽ ആഖിർ 18, ജമാദുൽ ഊല 18, ജമാദുൽ ആഖിർ 12, റജബ് 12, ശഅബാൻ 16, റമദാൻ 14, ശവ്വാൽ 2, ദുൽഖഅദ് 18, ദുൽഹിജ്ജ് 8. ഇവയാണത്. ഈ ഹദീസ് ഇമാം തിർമിദി ഹയാത്തുൽ ഹയവാനിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ പ്രസ്താവിച്ചതിൽ നിന്ന് ദിവസങ്ങളിൽ നഹ്സും ബർക്കത്തില്ലാത്തതും അല്ലാത്തതും ഉണ്ടെന്ന് വ്യക്തമായി. ഈ അടിസ്ഥാനത്തിലാണ് പുരാതന കാലം മുതലേ മുസ്ലിമീങ്ങൾ നഹ്സ് അന്വേഷിക്കുന്നത്. ഈ കാര്യം നാം മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിക കലണ്ടറിലെ 2ാം മാസമായ സഫർ അതേ 4ഓ 5ഓ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു പുതിയ മാസത്തിന്റെ ഖൈറുകൾ നൽകട്ടെ, ശർറുകൾ തട്ടിമാറ്റട്ടെ. ആമീൻ. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങൾക്കും സാക്ഷിയായ മാസമാണ് സഫർ. ഗസ്വത്തുൽ അബവാ അതിലൊന്നാണ്. അതായത് മക്കയിലെ 13 വർഷത്തെ ദുരിത കാലഘട്ടത്തിൽ ഉപദ്രവങ്ങൾ മുഴുവനും ക്ഷമയോടെ ഏറ്റുവാങ്ങിയ മുസ്ലിമീങ്ങള് എല്ലാം ഇട്ടെറിഞ്ഞ് മദീനയിലേക്ക് ഹിജ്റ പോകുകയാണ്. അവിടെ നിന്ന് ഖുറൈശികൾ വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങി. കൂടാതെ പരിസരത്തുള്ള മറ്റു ഗോത്രങ്ങളെ കൂടി മദീനക്കെതിരെ തിരിച്ചുവിട്ടു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനുമെതിരെ ഉപദ്രവങ്ങൾ തുടരുകയാണ്. അപ്പോൾ അക്രമികളെ ചെറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വിശ്വാസികൾക്കും അനുവാദം നൽകി. ഇതാണ് ഇസ്ലാമിലെ പ്രഥമ ചെറുത്തുനിൽപ്പ്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. മദീനയിൽ നിന്ന് 23 മൈൽ ദൂരമുള്ള ബനൂ നംറത്ത് ഗോത്രക്കാർ മദീനക്കെതിരെ രംഗത്ത് വന്നപ്പോ ആദ്യമായി ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഒരു സൈനിക നടപടി സ്വീകരിച്ചു. അത് ഗസ്വത്തുൽ അബവാ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് ഹിജ്റയുടെ 2ാം വർഷം സഫറിലാണ് നടന്നത്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത റമദാനിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. ഇസ്ലാമിലെ പ്രഥമ പോരാട്ടം സഫറിലായതുകൊണ്ട് ഗസ്വത്തുൽ അബവായിലോ പിന്നീടോ ദോഷമൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മെച്ചമാവുകയും ചെയ്തു. ഗസ്വത്തുൽ അബവായിൽ ഒരു പോരാട്ടം പോലും വേണ്ടി വന്നില്ല. ശത്രുക്കൾ ഏകപക്ഷീയമായി അടിയറ പറഞ്ഞു. മേലിൽ മദീനയെ ഉപദ്രവിക്കില്ലെന്ന് കരാറെയ്യുകയാണ് അവർ ചെയ്തത്. അങ്ങനെ യുദ്ധമില്ലാതെ വിജയശ്രേഷ്ഠരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങുകയാണ്. സഫറിൽ നടന്ന മറ്റൊരു സംഭവം ഖൈബർ യുദ്ധമായിരുന്നു. ഇത് ഹിജ്റ 7ാം വർഷം സഫർ മാസത്തിലാണ് നടന്നെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹറമിൽ തുടങ്ങി സഫറിൽ അവസാനിച്ചു എന്നും അല്ല, സഫറിലാണെന്നും ചരിത്രമുണ്ട്. ഖൈബർ മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയമായിരുന്നു. ചതിയന്മാരായ ജൂതന്മാരെ പരാജയപ്പെട്ടു. ധാരാളം ഗനീമത്തും കിട്ടി. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിൽ വഅദകുമുല്ലാഹു മഗാനിമ കസീറതൻ തഖൂനഹാ ഫഅജ്ജല ലക്കും ഹാദി വകഫ അയ്ദിയൻ നാസി അൻകും വലിതകൂന ആയതൻ ലിൽമുഅ്മിനീൻ വയഹ്ദിയകും സിറാതൻ മുസ്തഖീമാ. ഇത് ഖൈബറിലെ വലിയ ഗനീമത്തിനെ കുറിച്ചാണെന്ന് ഖുർആൻ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഫറായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി യാത്ര മാറ്റി വെച്ചില്ല. അതവർക്ക് ദോഷകരമായതുമില്ല. എന്നാൽ സഫർ മാസം ചീത്തയാണെന്ന ധാരണ സമൂഹത്തിൽ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു വിശ്വാസം വെച്ച് പുലർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷത്തെ ജീവിതം ഒട്ടാകെ പരിശോധിച്ചാൽ സഫറിന്റെ പേരിൽ ഒരിക്കൽ പോലും ഒരു യാത്രയോ ഒരു വിവാഹമോ മറ്റ് കാര്യങ്ങളോ മാറ്റിവെച്ചതായി ഒരു ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
എന്ന് മാത്രമല്ല സഫർ ചീത്തയാണെന്ന ധാരണയെ അവിടുന്ന് നഖശികാന്തം എതിർത്തു. അത് സ്വഹിയായ ഹദീസുകളിൽ അതാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ലാ അദുബ വലാ തീറത വലാ അഹമത വലാ സഫർ. രോഗം സ്വയം പകരുകയില്ല, സ്വയം രോഗം പകരുമെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയേണ്ടി വന്നത്. ഇത് ഇസ്ലാമിന്റെ തൗഹീദി വിശ്വാസത്തിനെതിരാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അല്ലാഹു നമുക്ക് നിശ്ചയിച്ചതല്ലാതെ ഒന്നും തന്നെ നമുക്ക് വരികയില്ല എന്ന് നബിയെ തങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം. അവൻ അല്ലാഹു നമ്മുടെ യജമാനനാ. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങള് അല്ലാഹുവിന്റെ മേലിൽ എല്ലാം വരമേൽപ്പിച്ചു കൊള്ളട്ടെ. രണ്ടാമത്തെ ദുഷഗണം ഇല്ല. എന്താണ് ഈ ത്വയ്റത്ത്? ജാഹിലിയ കാലക്കാർ ഒരു നല്ല കാര്യത്തിനിറങ്ങുമ്പോ പക്ഷിയെ പുറത്തുമായിരുന്നു. അത് വലത്തോട്ട് പറന്നാൽ പോകുന്ന കാര്യം നല്ലതും, ഇടത്തോട്ട് പറന്നാൽ അക്കാര്യം ചീത്തയുമാണെന്ന് അവർ തീരുമാനിക്കും. ഈ ഏർപ്പാട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവസാനിപ്പിച്ചു. മൂന്നാമത് നബി തങ്ങൾ പറഞ്ഞത് പക്ഷി ചിലച്ചത് കൊണ്ട് അപകടം വരില്ല. മൂങ്ങ കരഞ്ഞാൽ അപകടമാണെന്ന് ജാഹിലിയാക്കൾ വിശ്വസിച്ചിരുന്നു. ഇന്നും ഇത്തരം വിശ്വാസം ഉള്ളവരുണ്ട്. അതായത് നാട്ടിലെ ചില ഉദാഹരണങ്ങൾ, ചില പൂച്ച റോഡിന്റെ മറുകരം മുന്നിലൂടെ പാഞ്ഞാൽ ആ ദിവസം പിന്നെ സഫർ യാത്രക്ക് പാടില്ല എന്നൊരു ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസം നമുക്ക് നല്ലതല്ല, അത് ഇസ്ലാമിൻ്റെതല്ല. ലാ സഫറ എന്നതിന് 3 വ്യാഖ്യാനങ്ങൾ വരികയാണ്. ഒന്ന്, മുഹറമിന്റെ വിശുദ്ധി സഫറിലേക്ക് മാറ്റിക്കൂടാ. 2, വയറ്റിലെ പുഴുവിനെ, പൊക്കപ്പുഴു, വിര കുറിച്ചുണ്ടായിരുന്ന അന്ധവിശ്വാസത്തെ നിരാകരിക്കലാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ടുണ്ട്. അന്ന സഫറ ദാവാബുൻ ഫിൽ ബത്നി, വയറിലുള്ള ഒരു രോഗമാണ്. വഹിയ ദൂദുൻ, അത് പുഴിയാണ്. വകാനൂ യതഖിദൂന അന്ന ഫിൽ ബത്നി ദാബ തഹീജു ഇൻദൽ ജൂഅ വറബ്ബമാ ഖതലത് സ്വാഹിബഹാ. അത് അങ്ങനെ ഒരു വിശ്വാസം. വയറ്റിൽ പൊഴിയുണ്ട്, അതുപോലെ മൃഗമുണ്ട്, അത് വിശപ്പിനെ കെടുത്തി കളയുമെന്നൊരു വിശ്വാസം അതിനെ കൊല്ലും. സഫറമാസം ശരിയല്ലെന്ന ചിന്തയെ നിരാകരിക്കലാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കാനൂ യതശാഅമൂന ബിദുഖൂലി സഫർ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങൾ പറഞ്ഞു, ലാ സഫറ, അങ്ങനൊരു ദുഷഗുണമില്ല. ലാ സഫറ, അങ്ങനൊരു ദുഷഗുണമില്ല എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു. മാത്രവുമല്ല, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചാൽ സഫർ മാസത്തെ നല്ല കാര്യങ്ങൾക്കായി തിരഞ്ഞെടുത്തതായി കാണാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മഹദിയായ ഫാത്തിമ ബീവിയുടെ വിവാഹം കഴിച്ചത് സഫറിലാണ്. അതെ, അത് നല്ലതല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുക? അതുകൊണ്ട് മാത്രവുമല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചതും സഫറിൽ തന്നെ. അതുകൊണ്ട് തന്നെ സഫറുമായി ബന്ധപ്പെട്ട തെറ്റായ വിശ്വാസങ്ങൾ നാം തിരുത്തേണ്ടതാണ്. വിവാഹത്തിന് അനുയോജ്യമായ മാസമല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഫർ മാസത്തിൽ വിവാഹം നടത്തില്ലായിരുന്നല്ലോ. ചുരുക്കത്തില് സഫർ മോശമാണെന്ന യാതൊരു അധ്യാപനവും നമുക്ക് കാണാൻ കഴിയില്ലോ. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജാഹിലിയ വിശ്വാസങ്ങളെ മാത്രമല്ല, ജാഹിലിയ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും നിരാകരിക്കേണ്ടവരാണ് നമ്മൾ വിശ്വാസികൾ. ലക്കും ദീനുക്കും വലിയ ദീൻ,
അത് നന്നായി നാം മനസ്സിലാക്കേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യുദ്ധാവശ്യത്തിന് വേണ്ടി അറബികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും അതുമൂലം വീട് ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യുന്ന മാസമായതുകൊണ്ടാണ് പ്രസ്തുത മാസത്തിന് സഫർ എന്ന പേര് നൽകിയിട്ടുള്ളത്. വീട് ഒഴിയുക എന്നാണ് സഫർ എന്ന പദത്തിന്റെ അർത്ഥം. മുഹറം, സഫർ എന്നീ 2 മാസങ്ങൾക്ക് സഫറാനി എന്ന പ്രയോഗവുമുണ്ട്. എന്നാൽ നാം സഫർ മാസത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നടമാടുന്നുണ്ട്. അത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ സഫർ നമ്മളെ കടന്നു വരുമ്പോ ഈ മാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടോ? സഫർ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത 6 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതേ വീണ്ടും സഫർ മാസം എത്തുമ്പോ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ചിലത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇങ്ങനെ ഈ മാസവുമായി ബന്ധപ്പെട്ട നിരവധി അബദ്ധധാരണങ്ങൾ കുറഞ്ഞത് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം ധാരണകൾ വീണ്ടും പൊട്ടിമുളക്കാതിരിക്കാൻ ഒരു ഓർമ്മപ്പെടുത്തൽ സഹായമാകുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഈ വിഷയവുമായി മുന്നോട്ട് വരുന്നത്. എന്താണല്ലേ സഫർ പൊതുവെ നഹ്സിന്റെയും അപശകുനത്തിന്റെയും മാസമാണെന്നത് എങ്ങനെയോ നമുക്കിടയിൽ വന്നുപെട്ടു. അങ്ങനെ വന്നുപെട്ടു പോയൊരു ധാരണയാണത്. ഇതെങ്ങനെയെന്ന് വന്നതെന്ന് പറയട്ടെ, ഇതൊരു ധാരണയാണ് എന്ന് പറഞ്ഞല്ലോ. ധാരണകൾ പൊതുവെ എങ്ങനെയാണ് തിരുത്തിയാലും പോകാതെ അങ്ങനെ കിടക്കും. കിടന്ന് ചിലപ്പോൾ അതിന് വേറെ രൂപവും ഭാവവും ഒക്കെ കൈവന്നിട്ടുണ്ടാകും. ഈ ധാരണ എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ച് ഇസ്ലാമിക സംസ്കൃതിയിൽ കൃത്യമായ ഉത്തരമുണ്ട്. ആ ഉത്തരം ഇത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തിൽ നിന്ന് വന്നതാണ്. വന്ന വഴി വ്യക്തമായാൽ പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ആയത്തിലേക്ക് പോകേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, കലണ്ടറിലെ 4 മാസങ്ങളെ അഥവാ ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങളെ ഇസ്ലാമിന് മുമ്പേ അറബികൾ ആദരിക്കുമായിരുന്നു. യുദ്ധക്കൊതിയന്മാരായിരുന്നിട്ടും അവർ ആ മാസങ്ങളിൽ പടച്ചട്ട അണിയുമായിരുന്നില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അവരുടെ യുദ്ധവികാരം അനിയന്ത്രിതമാകുമ്പോ അവർ പരിഹാസ്യമായൊരു നിലപാടെടുക്കുമായിരുന്നു. യോഗം ചേർന്ന് ഈ മാസത്തിന്റെ പവിത്രതയെ അടുത്ത മാസത്തേക്ക് നീട്ടിവെക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു നയം. ഇതിന് അറബികൾ നസീഅ എന്ന് പറയുന്നു. നസീഅ എന്ന ഈ നയം അവിശ്വാസത്തിന്റെ മൂർധന്യതയാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഈ നീട്ടിവെക്കൽ പ്രക്രിയക്ക് അധികവും വിധേയമായിരുന്ന മാസം സഫറാണ്. കാരണം ദുൽഖഅദ മുതൽ യുദ്ധവികാരം പിടിച്ചുകെട്ടുന്ന അവർക്ക് പലപ്പോഴും 2 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ക്ഷമയുടെ ചങ്ങല പൊട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ അവർ ദുൽഹിജ്ജ കഴിഞ്ഞാലുടൻ ഇനിയൊരു മാസം കൂടി കാത്തിരിക്കുവാൻ വയ്യ എന്ന നിലക്ക് ഈ വർഷത്തെ മുഹറം വിശുദ്ധി സഫറിലേക്ക് നീട്ടിവെക്കാം എന്ന് തീരുമാനിക്കുമായിരുന്നു. അധികവും ഉണ്ടാവാറുള്ളതാണ് ഈ നീട്ടിവെക്കൽ എന്നതിനാൽ ഇതൊരു പൊതുവായ സംഗതിയായി മാറി. കുറെ ആവർത്തിക്കപ്പെട്ടതോടെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളുടെ പട്ടികയിൽ ഇല്ലാത്ത സഫർ വിശുദ്ധ മാസവും ഒരു കാര്യത്തിനും ഇറങ്ങുവാൻ പറ്റാത്ത സമയവുമായി മാറുകയാണ്. അവിടെ നിന്നും വന്ന ഒരു ധാരണയാണ് സഫറിന്റെ ഈ പ്രത്യേകത. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വ്യക്തമായും പറഞ്ഞിട്ടുള്ളതും തിരുത്തിയിട്ടുള്ളതുമാണത്. വ്യാധികളുടെ സ്വയപകർച്ച, പക്ഷി ലക്ഷണങ്ങൾ നോക്കൽ തുടങ്ങിയ സമ്പ്രദായങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതും ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ കിതാബ് തിബ്ബിൽ രേഖപ്പെടുത്തിയതുമായ ഹദീസിൽ സഫറും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അത് കാലങ്ങൾ നിലനിന്നു, ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും നിലനിൽക്കുകയും ചെയ്യുന്നു.
ധാരണകൾ അങ്ങനെയാണല്ലോ. കാലത്തെ വെച്ചുള്ള ഇത്തരം കളികൾ വളരെ ഗുരുതരമാണ്. അത് വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുകയും വിശ്വാസികളെ ആശങ്കാകുലരാക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ആരാധനകൾക്കും കാലവുമായി ശക്തമായ ബന്ധമാണുള്ളത്. ഒരർത്ഥത്തിൽ ഓരോ സമയത്തിനും അല്ലാഹു നൽകുന്ന ഒരു സവിശേഷതയും അനുഗ്രഹവുമാണ് കാലത്തിൽ ചെയ്യാനുള്ള ആരാധനകൾ, ഇബാദത്തുകൾ. യുദ്ധക്കൊതിയുടെ പേരിൽ മാത്രമായിരുന്നില്ല. ജാഹിലി അറബികൾ ഇങ്ങനെ ചെയ്തിരുന്നെന്നുകൂടി ചേർത്ത് വായിക്കും മനസ്സിലാക്കുമ്പോഴാണ് ആശയങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സഫറിൽ ഉംറ പാടില്ല എന്നൊരു ഒരു വിശ്വാസം അവർക്കുണ്ട്. സഫറിൽ ഒരു നല്ല കാര്യവും പാടില്ല എന്ന തരത്തിലേക്ക് ഈ വിശ്വാസം ഉയർന്നു. സഫറല്ലാത്ത മാസങ്ങളെ വെച്ചും ഇത്തരം കളികൾ അവർക്കുണ്ടായിരുന്നു. ഹജ്ജ് പോലും കാലത്തിന്റെ കാര്യത്തിൽ ഇതിൽപ്പെട്ട് താളം തെറ്റിയിരുന്നു എന്നാണ്. ഹിജ്റ 9 ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് നിർവഹിക്കാനെത്തുമ്പോഴായിരുന്നു ശരിക്കും ദുൽഹജ്ജിൽ തിരിച്ചെത്തിയത് എന്നാണ് ചരിത്രം. അതിനു മുമ്പ് പലപ്പോഴും ദുൽഖഅദിലും മുഹറമും ഒക്കെ ആയിരുന്നു അവരുടെ ഹജ്ജ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങും മുമ്പ് നടത്തിയ ഉപദേശങ്ങളിൽ കാലം അതിന്റെ പ്രകൃതിത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ പറഞ്ഞു വരുന്നത് പൊതുവായ നഹ്സ് എന്ന ആശയത്തെക്കുറിച്ചല്ല. അത് എന്താണെന്നും അത് ഏതർത്ഥത്തിലും മാത്രം വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണെന്നും പണ്ഡിതന്മാർ അതിന്റെ ചർച്ചകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒട്ടും ഒന്നിനും പറ്റാത്ത വിധം മൂടിപ്പുതിച്ചിരിക്കേണ്ട കാലമെന്നോ അവസ്ഥയെന്നോ അല്ല നഹ്സ് എന്നതിന്റെ ആശയമെന്ന് ആ ചർച്ചകളിലൊക്കെ വ്യക്തമാണ്. ഇവിടെ നാം സഫർ എന്ന മാസത്തെക്കുറിച്ചുണ്ടായതും കാലങ്ങൾ നിലനിന്നതുമായ ഒരു അന്ധവിശ്വാസത്തെയും അത് വന്ന വഴിയെയും പറ്റി മാത്രം ചർച്ചക്കെടുക്കുകയാണ്. സഫറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവം ഒട്ടും ശകുനം പിടിച്ചതായിരുന്നില്ല എന്നതാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ വിവാഹം സഫർ മാസത്തിലായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. ആ വിവാഹം ഒട്ടും അവശകുനം വിടേണ്ടതായിരുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമ്പത്തും മാത്രമല്ല റിസാലത്ത് എന്ന ദൗത്യം തന്നെയും കടന്നു വന്നത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ കാലത്തായിരുന്നു. ആ വിവാഹം 25 വർഷങ്ങൾ നീണ്ടുനിന്നു. അതിൽ നിന്ന് തന്നെ സഫറിൽ ഒരു അപശകുനവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹിജ്റ 2-ാം വർഷം സഫറിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് ഹാഫിദ് ഇബ്നു കസീർ തന്റെ താരീഖിൽ പറയുന്നുണ്ട്. ഇത് മറ്റൊരു ശക്തമായ തെളിവാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും ഹൃദയപരമായ ഏറ്റവും അടുപ്പമുള്ള മകളായിരുന്നു ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. അവരുടെ വിവാഹത്തിൽ തന്നെ പരിഗണന തവക്കുലിനായിരുന്നു. പല സമ്പന്നരും കാത്തു നിൽക്കേ അലി റളിയല്ലാഹു അൻഹുവിന് അവരെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് മാത്രമല്ല ഈ വിവാഹം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമ്മർദ്ദത്തിന്റെയും മുമ്പിലായിരുന്നില്ല. വിജയകരമായ വിവാഹങ്ങൾ മാത്രമല്ല യുദ്ധവിജയങ്ങളും ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും തേടിയെത്തിയിട്ടുണ്ട്. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ സൈനിക നീക്കം അബവായിലേക്കായിരുന്നു. അത് സഫർ മാസത്തിലായിരുന്നു. നബിയുടെ ഹിജ്റ പുറപ്പാട് തന്നെ സഫറിലായിരുന്നു. ഹിജ്റ 7-ാം വർഷം ജൂതരുമായുള്ള യുദ്ധത്തിൽ ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യവും വിജയം നേടിയതും സഫറിൽ തന്നെ. നബിയുടെ ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ സൈനിക നീക്കം റോമിനെതിരായിരുന്നല്ലോ. ഉസാമ ബിൻത് സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ പുറപ്പാട് സഫറിലായിരുന്നു. ഹിജ്റ 11-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖവും തുടർന്ന് വഫാത്തും കാരണം യാത്ര നീണ്ടുവെങ്കിലും ഇത്തരമൊരു ദൗത്യം ഏൽപ്പിക്കുമ്പോ അത് സഫറിലാണല്ലോ എന്ന് നോക്കുകയുണ്ടായില്ല. സഫർ മാസമാണല്ലോ എന്ന് നോക്കുകയുണ്ടായില്ല.
ഒരു വിശ്വാസ സംഹിതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജീർണതയുടെ സ്രോതസ്സാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ. അവയെ ഫലപ്രദമായി നേരിട്ടിട്ടില്ലെങ്കിൽ അവ വളർന്ന് അബദ്ധങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടത് ശരിയായ അറിവാണ്, ഇൽമാണ്. ചിലർക്ക് കാര്യങ്ങൾ അറിയാമായിരിക്കുമെന്നാലും അവർ അത്തരമൊരു സാഹചര്യത്തിലെത്തുമ്പോൾ സങ്കേതിച്ച് നിൽക്കുന്നത് കാണാം. അതാണ് ഏറ്റവും വലിയ അബദ്ധവും അന്ധവിശ്വാസവും പ്രചരിപ്പിക്കുന്നതിന് തുല്യമായ സമീപനങ്ങളാണ്. അന്ധവിശ്വാസങ്ങളെ ഈ വിധം നേരിടുക എന്നതും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ്. അതവർ നിർവഹിച്ചതും സ്വന്തം ജീവിതം കൊണ്ട് തന്നെയായിരുന്നു. അതിനു ധാരാളം ഉദാഹരണങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശവ്വാലിലെ വിവാഹങ്ങൾ. ശവ്വാലിൽ വിവാഹം പാടില്ല എന്നായിരുന്നു അന്നത്തെ അന്ധവിശ്വാസം. അതിനെതിരെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് സ്വന്തം ജീവിതം കൊണ്ടായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതും അവരുമൊത്തുള്ള കുടുംബജീവിതം തുടങ്ങിയതും ശവ്വാൽ മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വലാ സഫറ എന്ന് പ്രയോഗിച്ചത് കാണാം. ഈ പദത്തിന് ഹദീസ് പണ്ഡിതന്മാർ പ്രധാനമായും രണ്ട് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ജാഹിലിയ യുഗത്തിലെ ഇസ്ലാമിന് മുമ്പ് രണ്ട് അബദ്ധങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് ഈ രണ്ട് വ്യാഖ്യാനവും. ഒന്ന്, യുദ്ധം ഹറാമായിരുന്ന മുഹറം മാസത്തിലെ വിധിയഥേഷ്ടം സഫറിലേക്ക് മാറ്റിവെക്കുന്ന ഒരു സമ്പ്രദായം ഒന്നുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം എന്ന വിശ്വാസത്തോടെ തന്നെ പരമ്പരാഗതമായ അറബികൾ പവിത്രവും യുദ്ധം ഹറാമുമായി ഗണിച്ചിരുന്ന മുഹറം മാസത്തിന്റെ സവിശേഷത അവർ സഫറിലേക്ക് നീട്ടിവെക്കും. അതിനാണ് നസി എന്ന് നാം പറഞ്ഞല്ലോ. ലാ സഫറ എന്നതിന്റെ വ്യാഖ്യാനം അതാണ്. ഇത് പാടില്ല, അത് ആ സഫർ ശരിയല്ല എന്നാണ് ലാ സഫറ എന്നുകൊണ്ടുള്ള ഉദ്ദേശം. ഏതായാലും ഇരിക്കട്ടെ, വിലക്കപ്പെട്ട മാസം പുറകോട്ട് മാറ്റുക എന്നത് സത്യനിഷേധത്തിന്റെ വർധനവ് തന്നെയാണ്. സത്യനിഷേധികൾ അതുമൂലം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നു. ഒരു കൊല്ലം അവരത് അനുവദനീയമാക്കുകയും മറ്റൊരു കൊല്ലം നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ മാസത്തിന്റെ എണ്ണം ഒപ്പിക്കുവാനും എന്നിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയത് ഏതോ അത് അനുവദനീയമാക്കാനും വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ ദുഷ്പ്രവൃത്തികൾ അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സത്യനിഷേധികളായ ജനങ്ങൾ അള്ളാഹു നേർവയിലാക്കുകയില്ല എന്നും സൂറത്ത് തൗബയുടെ 27-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ശരീരത്തിനകത്ത് വാരിയല്ലുകളുടെ ഓരങ്ങളിലായി ഉദരത്തിലേക്ക് തലപൊക്കി നിൽക്കുന്ന ഒരു സർപ്പമുണ്ടെന്നും അത് അനങ്ങുമ്പോൾ വിശപ്പുണ്ടാകുന്നതാണെന്നും വിശന്നാൽ അത് ശല്യം ചെയ്യുമെന്നും ചിലപ്പോൾ അത് അവനെ കൊന്നുകളയുമെന്നും ജാഹിലിയ്യ കാലത്തൊരു അന്ധവിശ്വാസമുണ്ടായിരുന്നു. ആ സർപ്പത്തിന്റെ അറബി പദമാണ്, ശബ്ദമാണ് സഫർ എന്നത്. അങ്ങനെ ഒരു സഫറില്ല, സർപ്പമില്ല എന്നതാണ് ലാ സഫറ എന്നതിന്റെ രണ്ടാം വ്യാഖ്യാനം. ഇമാം നബവി തങ്ങൾ പറയുന്നു, ഇതാണ് ഏറ്റവും ശരിയായ വ്യാഖ്യാനം. ജാഹിലിയ്യ കാലത്ത് നിലനിന്നിരുന്ന രണ്ട് അബദ്ധങ്ങളെ നിഷേധിക്കുകയാണ് വലാ സഫറ എന്ന വാക്കിലൂടെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. സഫർ മാസം ദുരന്തങ്ങളും അപകടങ്ങളും പെരുകുന്ന മാസമാണെന്ന ജാഹിലിയ്യത്തിന്റെ മിഥ്യധാരണയെ തിരുത്തുകയാണ്. ലാ സഫറ എന്നതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്നും വ്യാഖ്യാനമുണ്ട്. സഫർ മാസം അപകടമാസമല്ലെന്നർത്ഥം ഇർഖാത്ത് 4 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലാ സഫറ എന്ന പദം ഉയർത്തിപ്പിടിച്ച് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട നിഷേധിക്കുന്നവരുണ്ട്. അവർ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നവരോ വ്യാഖ്യാനത്തെ പിന്തുടരുന്നവരോ അല്ല, പ്രതുത ദുർവ്യാഖ്യാനം നടത്തുന്നവരാണ്. നെഹസിന്റെ വിശദീകരണം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അതിലേക്ക് കടന്നു സംസാരിക്കുകയല്ല. ഷെയ്ഖ് ദൈറബി റളിയല്ലാഹു അൻഹു തന്റെ മുജറബാത്ത് ദഅവ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് സഫർ അവസാനത്തെ ബുധനാഴ്ച നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ്. اللهم يا شديد القوى ويا شديد المحال
يا عزيز يا من ذلت لعزتك جميع خلقك اكفني من شر جميع خلقك يا محسن يا مجمل يا متفضل يا منعم يا متكرم يا من لا إله إلا أنت ارحمني برحمتك يا أرحم الراحمين. അതുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് പിന്നീടൊരിക്കലാവാം. സഫർ അവസാന ബുധനാഴ്ച പ്രാർത്ഥിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഇമാം ദൈറബി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോൾ നമുക്കത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലു അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.